ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ മോർണിംഗ് ഷോ റൈറ്റ് ക്ലബ്ബ് കാണാൻ വന്നേക്കാണ്. അത് പടത്തിന് കയറാൻ നിൽക്കുകയാണ്. ആഷിഖ് പടം ഒരുപാട് നാളെ കാത്തിരിക്കുന്ന പടമാണ്. കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. പടം ഇൻട്രോവല്ലായി. ഇൻട്രോയിൽ വരെ വേറെ ലെവൽ മൂവിയാണ്. ബാക്കി കണ്ടിട്ട് പറയാം. അപ്പോൾ ഫിലിം കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഇന്റർവെല് വരെ അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നടന്നു. പടത്തിന് കയറുന്ന സമയത്ത് അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ തൃശ്ശൂർ ശോഭാ സിറ്റി നിന്നാണ് പടം കാണുന്നത്. പിന്നെ രാഗത്തിൽ പടം ഉണ്ട്. ഇവിടെ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ കയറി. മോർണിംഗ് ഷോയ്ക്ക് തന്നെ കയറി. ജോബ് സംബന്ധമായിട്ടുള്ള തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ കയറി പോന്നു. അപ്പോൾ പടത്തിന് അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്റർവെല് വരെ വേറെ ലെവലിൽ പോകുന്ന പടം. ഇന്റർവെല്ലിന് ശേഷം അതൊക്കെ മേലെ പോകുന്നൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടിയത്. അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ പടം 1 മണിക്കൂർ 57 മിനിറ്റ് പടമുള്ളൂ. പക്ഷെ 1 മണിക്കൂർ 57 മിനിറ്റ് സമയം നമ്മൾ ഈ കഥ കൊണ്ടുപോകുന്ന ഒരു കേട്ടുമടുത്തൊരു സബ്ജക്റ്റിലാണ്. എനിക്ക് ആദ്യം എന്നൊരു ഫിലിമൊക്കെ ആയിട്ട് കണക്ട് ആയി. പക്ഷെ അതൊന്നും ഈ പടത്തിനെ യാതൊരു രീതിയിൽ ബാധിക്കുന്നില്ല. ഇത് മേക്കിംഗ് ആണ്. ടെക്നിക്കലി മുതൽ പെർഫോമൻസുകൾ വരെ എല്ലാ മേഖലയിലും അതിഗംഭീര രീതിയിലാണ് ഇത് മേക്ക് ചെയ്തത്. ആഷിഖ് കപൂർ എന്നൊരു ഡയറക്ടർ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. ആളറിയാം, ആളെ പടങ്ങൾ അറിയാം. പിന്നെ ആ ടീമിലുള്ള എല്ലാവരും ഇതിലുണ്ട്. ഓൾ ക്രൂസ്. പിന്നെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആളുടെ പെർഫോമൻസിൽ എടുത്തു പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരുടെ പേരും ജസ്റ്റ് പറയാൻ എനിക്ക് താല്പര്യം. കാരണം ഇത് ടീം വർക്കിന്റെ വിജയമാണ്. ദിലീഷ് പോത്തൻ ആദ്യം എടുത്ത് പറയണം. അനുരാഗ് കശ്യപ്, ദർശന രാജേന്ദ്രൻ, വിജയ് രാഘവൻ, വാണി വിശ്വനാഥ് കാലങ്ങൾക്ക് ശേഷം വീണ്ടും സ്ക്രീനിൽ കണ്ടു. സുരഭി ലക്ഷ്മി, അയർമനി ശേഷം അതിഗംഭീര പെർഫോമൻസ്. പ്രശാന്ത് മുരളി, വിൻസി അലോഷ്യസിന്റെ വോയിസ് ആണെന്ന് തോന്നുന്നു. വിനീത് കുമാർ, കാലങ്ങൾക്ക് ശേഷം വിനീതിനെ ഞാൻ ഇത്ര രസമായിട്ട് ആളൊരു ഫിലിം ആക്ടർ റോളിലാണ് വരുന്നത്. 1991 ഈ പടം വരുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് ശങ്കറിന്റെ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കണക്ട് ആയി. ഫീൽഡ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടി ഒരു പടം ചെയ്യുന്നൊരു രീതിയിലൊക്കെ വരുന്നൊരു സംഭവങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. അതിലേക്ക് പോകുന്നില്ല. റാഫി, വിഷ്ണു അഗസ്ത്യ, നവനീത് ദേവനന്ദ് അടിപൊളിയായിരുന്നു. ഉണ്ണിമായ പ്രസാദ്, ദിലീഷ് പോതനായിട്ടൊരു കോംബോ സൂപ്പർ. അതുപോലെ തന്നെ റംസാൻ മുഹമ്മദ്, ആളൊരു പടത്തിന്റെ ഒരു ഇൻട്രോയിൽ കാണിക്കുന്ന കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. രസമായിട്ടുണ്ട്. ഡാൻസിന്റെ കൊറിയോഗ്രാഫിക്കായിട്ട് ഭയങ്കര രസമായി. അതിൽ പാട്ടുകളൊക്കെ നൈസാണ്. അതിൽ കൊറിയോഗ്രാഫി സൗണ്ടൊക്കെ നൈസാണ്. ഇവരൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള അതിൽ നിയാസ് രാമു, ഹനുമാൻ ഖാൻ. ഈ ചെങ്ങാതി റാപ്പല്ല, ആളതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആളെന്നെയാണ് ഇതിലെ പാട്ടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. എനിക്ക് സംശയമുണ്ട്. ഗംഭീരട്ടോ. ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സുരേഷ് കൃഷ്ണൻ, നമ്മുടെ കൺവിൻസിംഗ് സ്റ്റാർ, നൈസാണ്. വാണി വിശ്വനാഥിന്റെ പേരായിട്ടാണ് വരുന്നത്. അതിലൊരു കൗണ്ടർ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ നീ ഭർത്താവ് ഉദ്യോഗത്തിൽ പരാജയമായിരുന്നു, നീ വെടിവെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ വന്ന സീനുണ്ട്. പടത്തിൽ കുറെ കൗണ്ടറുകൾ ഉണ്ട്, സിറ്റുവേഷൻ കൗണ്ടറുകൾ. അതിൽ എടുത്തു പറയേണ്ട കുറച്ച് കൗണ്ടറുകൾ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. കാരണം അതിൽ കുറച്ച് നെഗറ്റീവ് ഒരു വൃത്തിയായിട്ട കൗണ്ടർ അല്ല, പക്ഷെ എന്നാലും ഒരു സെക്കൻഡ് കൗണ്ടറുകളൊക്കെ പറയില്ല നമ്മള്. ആ രീതിയിലുള്ള സാധനങ്ങളുണ്ട്. നെഗറ്റീവായിട്ടൊന്നും തോന്നുന്നില്ല. നമുക്ക് നല്ല രസമായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ സൂരജ്, സോന, കിരൺ പീതാംബരൻ, പൊന്നമ്മ ബാബു കുറച്ചു നേരമുള്ള നൈസാണ്. നദേഷ്, ബേബി ജിയാൻ, പാരിമൽ ഷോയ്, സജീവ് കുമാർ. ഇതിൽ ഈ കഥാപാത്രങ്ങളൊക്കെ ഒരു ഫാമിലിയാണ്, ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. റൈഫിൾ ക്ലബിന്റെ പാരമ്പര്യമൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു ഫാമിലിയാണ്. അവിടെ എത്തിപ്പെടുന്ന ഒരു കഥ ഫുള്ള് വെഡിങ് പോകുകയാണ്. അതിന്റെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഏകദേശം കഥ മനസ്സിലാവും. ഞാൻ അതിലേക്ക് പോയാലും ഇതിന്റെ സ്പോയിലർ കണ്ടന്റ് ഒന്നുമില്ല. കാരണം കഥ സിമ്പിൾ കഥയാണ്, പക്ഷെ അത് മേക്ക് ചെയ്തുള്ളത്. ഇതിൽ ക്യാമറ അതിഗംഭീരമായിട്ടാണ് ചെയ്തുള്ളത്. അതൊന്ന് എടുത്തു പറയണം. അതുപോലെ എഴുതിയത് ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകര, സുഹാസി. 3 പേരും നമുക്കറിയാം, അവരുടെ പടങ്ങൾ അറിയാം. അപ്പൊ അവരാ 3 പേരും കൂടി ചേർന്നപ്പോ ഒരു സാധനം ഉണ്ടല്ലോ, അത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ആഷിഖ് കപൂറിന്റെ മേക്കിംഗ് രീതി. പിന്നെ ഛായാഗ്രഹണം ആഷിഖ് കപൂർ തന്നെയാണല്ലോ. എഡിറ്റ് ചെയ്ത് വി സാജൻ, സംഗീത റക്സ് വിജയൻ എടുത്തു പറയണം. ക്യാമറ ചെയ്തതിന്റെ കേസ് പേരെടുത്ത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കളർ ഗ്രേഡിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗ്രേ ഷെയ്ഡിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സാധനങ്ങളുണ്ട്. അത് ഭയങ്കര രസമായിട്ടുണ്ട് ഈ പടത്തിൽ. അതാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. റക്സ് വിജയൻ സംഗീത ആള് ഒരുപാട് പടങ്ങളിൽ നമ്മൾ ഇവരുടെ കോമ്പോയിൽ കണ്ടിട്ടുണ്ട്. കിടുവായിരുന്നു മ്യൂസിക്. പിന്നെ ഗോപാലൻ ചേട്ടൻ തന്നെയാണ് ഈ പടം എടുത്തിട്ടുള്ളത്. ഓൾറൗണ്ടിൽ അതിഗംഭീര പെർഫോമൻസ് ആണ് പടം. പിന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ എനിക്കൊരു എക്സ്പീരിയൻസ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾ ഓൾറെഡി ഷൂട്ട് പഠിക്കാൻ വേണ്ടി റൈഫിൾ ക്ലബ്ബിൽ ആളെ പോയൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് പാഷനായിട്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ റൈഫിൾ ക്ലബ്ബിന്റെ ആള് പോകണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ അതായിട്ട് റിലേറ്റഡ് ആയിട്ട് ആളുകൾ കൂടുതൽ ആ മേഖലയിലേക്ക് സപ്പോർട്ട് ചെയ്യുക. അതായത് പാഷനായിട്ടുള്ള ആളുകളായിരിക്കണം. അപ്പൊ അവരുടെ ഉള്ളിലൊരു ആവേശം, ഒരു ഫാമിലിയിൽ ഉണ്ടാവുന്ന ഒരു ബോണ്ടിങ് ഒക്കെ ഈ പടത്തിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. പിന്നെ കാലഘട്ടം 91 കാലഘട്ടത്തിലെ കാലഘട്ടം കൊണ്ടുവന്ന രീതി, ഛായാഗ്രഹണ രീതി, അതൊക്കെ ആഷിഖ് കപൂർ ചെയ്തിട്ടുണ്ട്. ഓൾറൗണ്ട് ഈ പടം ടെക്നിക്കലി അതിഗംഭീരം, പെർഫോമൻസ് ബേസ്ഡ് അതിഗംഭീരമൊക്കെയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, ആൾക്കും ഇഷ്ടപ്പെട്ടു പടം.
ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് അങ്ങനെ നേരെ വന്ന് പടം കയറി കഴിഞ്ഞിറങ്ങി ചെയ്ത വർക്കിന് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. ബാക്കി നിങ്ങൾ കാണാനൊരു പടം ഉണ്ട്. ഓക്കെ ബൈ. അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും വരാം. ഓക്കെ.